ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിതിപ്പോൾ ദുബായ് ഫൗണ്ടൻ കാണാൻ വന്നപ്പോൾ എടുത്തതാണ്. ദുബായ് ഫൗണ്ടൻ്റെയും ബുർജ് ഖലീഫിൻ്റെയും ഒപ്പം തന്നെ ദുബായ് മാളിൻ്റെ വ്യൂസ് എല്ലാം കൂടി ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാം കൂടി ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ദുബായ് മാളിലെ കാഴ്ചകളെല്ലാം ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ഇതാണ് ദുബായ് മാളിൻ്റെ എൻട്രൻസ്. നമ്മൾ മെട്രോയിൽ വരികയാണെങ്കിൽ മുകളിലത്തെ ഫ്ലോറിലായിരിക്കും എത്തുന്നത്. ഇവിടേക്ക് മാത്രമായിട്ട് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഡെയിലി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ലോകത്തിലെ മികച്ച ബ്രാൻഡഡ് ഷോറൂമുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ഈ ഒരു മാളിൽ. അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ മാളായ ദുബായ് മാൾ ഓപ്പൺ ചെയ്തത് 2008 നവംബർ 4-നാണ്. 12 മില്യൺ ചതുരശ്ര അടിയാണ് ഈ ഒരു മാളിൻ്റെ വലിപ്പം. ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഒരു മാളിൽ ചുറ്റിക്കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഇവിടേക്കായിട്ട് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ മാള് മൊത്തമായിട്ട് ഇനിയും ചുറ്റി കണ്ടിട്ടില്ല. അതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ എത്ര വലുതാണ് ഈ ഒരു ദുബായ് മാൾ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മാളിലേക്ക് കയറി നേരെ പോയത് ദുബായ് ഫൗണ്ടൻ കാണാനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫൗണ്ടൻ ഷോ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ദുബായ് മാൾ മൊത്തം കറങ്ങിയത്. ഒരു മാളെന്ന് പറയുമ്പോൾ പൊതുവെ കുറേ ബ്രാൻഡഡ് ഷോറൂമുകളും ഫുഡ് കോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും അല്ലാതെ എന്തെല്ലാം വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ, ഐസ് സ്കേറ്റിംഗ് റിംഗ്, ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ, ലോകോത്തര നിലവാരത്തിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ തുടങ്ങിയ ഒട്ടനവധി സൗകര്യങ്ങളാണ് ഈ ഒരു മാളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇതിലും കൂടുതലുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം. നമ്മൾ നടക്കുന്ന വഴിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ധാരാളം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പല നിറങ്ങളിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഈ ലൈറ്റിംഗ് സെറ്റപ്പ് ഈ മാളിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഒരു ഗോൾഡൻ കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പില്ലറുകളിലായിട്ട് ഡിയോറിൻ്റെ ഷൂ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ നേരെ എത്തിയത് ഒരു ഗാലറി പോലെയുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. അവിടെയുള്ള ഒരു ലൈറ്റിങ്സിൻ്റെയൊക്കെ ഭംഗി കാണേണ്ടത് തന്നെയാണ്. 4 നിലകളിലായിട്ടാണ് ഈ ഒരു മാൾ നിർമ്മിച്ചിരിക്കുന്നത്. $20 ബില്യൺ ഡൗൺ ടൗൺ ദുബായ് എന്ന് വിളിക്കപ്പെടുന്ന ഡൗൺ ടൗൺ കോംപ്ലക്സിൻ്റെ ഭാഗമാണ് ദുബായ് മാൾ. MR പ്രോപ്പർട്ടീസിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ വർഷം തോറും റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ദുബായ് അക്വേറിയം ഉള്ള സ്ഥലത്തേക്കാണ്. അതിനകത്തേക്ക് കടക്കാതെ തന്നെ വലിയ ഗ്ലാസ് ഭിത്തികളിലൂടെ നമുക്ക് സമുദ്രജീവികളുടെ വലിയ ലോകത്തെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചകൾ കണ്ടാസ്വദിക്കുന്നതിനും ഫോട്ടോസൊക്കെ എടുക്കുന്നതിനുമായിട്ട് തന്നെയാണ് ധാരാളം ആൾക്കാർ അങ്ങനെ കൂടി നിൽക്കുന്നത്. പുറമേയുള്ള കാഴ്ചകളല്ലാതെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ 48 മീറ്റർ നീളത്തിലുള്ള ഒരു ഗ്ലാസ് ടണലിലൂടെ നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ സമുദ്രജീവികളൊക്കെ നീന്തി തുടിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഗ്ലാസ് ടണൽ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. അതല്ലാതെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷാർക്ക് ഡൈവ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഡൈവിൽ സ്രാവ് അടക്കമുള്ള മറ്റു ജലജീവികളെ നേരിട്ട് കാണാനും അതിനോടൊപ്പം നീന്താനൊക്കെ ഉള്ള ഒരു അവസരം കൂടി കിട്ടും. അതല്ലാതെ ഇവിടെ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരം തന്നെയാണ്. ശരിക്കും ഒരു സമുദ്രത്തിൻ്റെ അടുത്തിട്ട് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഈ ഒരു അക്വേറിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നുണ്ട്. ധാരാളം പാറക്കെട്ടുകളും അതിനിടയിലുള്ള പവിഴപ്പുറ്റുകളും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിനകത്തായി കാണുന്നത് ഒരു ഗ്ലാസ് കേജാണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ മുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കേജ് സ്നോർക്കലിംഗ് തിരഞ്ഞെടുക്കാം. അതല്ലാതെ ഷോപ്പിങ്ങിനായിട്ട് മാത്രം വരുന്നവർക്ക് ഈ ഒരു വലിയ ഗ്ലാസ് ഭിത്തിയിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം.
അങ്ങനെ കുറേ അധികം നേരം അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വന്നുവിട്ട ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ കഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷനും എൻട്രൻസും എക്സിറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മാപ്പ് നമുക്ക് ഉപയോഗിക്കാം. ലോകത്തിൻ്റെ പല കോണിൽ നിന്നും വിസിറ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ലാംഗ്വേജ് പ്രിഫറൻസും ഉണ്ട് അതിൽ. പല ബ്രാൻഡുകളിലായിട്ട് 1100ഓളം ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. 2011 ഈ ഒരു ഷോപ്പിംഗ് മാളിനെ ഭൂമിയിൽ ഏറ്റവും അധികം പേർ സന്ദർശനം നടത്തുന്ന ഒരു സ്ഥലം എന്നൊരു വിശേഷണം കൂടി കിട്ടിയിട്ടുണ്ട്. ഓരോ വർഷം കൂടുന്തോറും ഈ ഒരു സന്ദർശകരുടെ എണ്ണം കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് അതേ താഴെ ഒരു വലിയൊരു ദിനോസറിൻ്റെ സ്കെൽട്ടൺ. 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദിനോസറിൻ്റെ അസ്ഥികൂടമാണിത്. 80 അടി നീളവും 25 അടി ഉയരവുമുണ്ട് ഈ ഒരു ഫോസിലിന്. 2014 മുതലാണ് ഇതിവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. നീണ്ട വാലും വലിയ കഴുത്തും ചെറിയ തലയുള്ള ഈ ഒരു ദിനോസർ ഡിപ്ലോഡോക്കസ് ലോങ്കസ് എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെയായിട്ട് ഒരു ഐസ് സ്കേറ്റിംഗ് റിങ്ങും കാണാം. അതിൽ കുറേ പേര് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെറിയൊരു ഗാലറിയും അതിന് മുകളിലായിട്ട് വലിയൊരു ഡിസ്പ്ലേ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ഹ്യൂമൻ വാട്ടർഫാൾ. മാളിൻ്റെ അത്രയും ഉയരത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളാണത്. അതിനപ്പുറത്തായിട്ട് ഇതേപോലത്തുള്ള വേറൊരു വാട്ടർഫാൾ കൂടി ഉണ്ട്. നമുക്കപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാലേ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ താഴെ പോവാം. അപ്പം ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലെത്തി. എന്താ ഭംഗിയില്ലേ, ഇതൊരു ഡിഫറെൻ്റായ കോൺസെപ്റ്റ് തന്നെയാണ്. ദുബായ് മാളിൽ വരുന്നവരാരും ഇവിടെ നിന്ന് ഒരു സെൽഫി എടുക്കാതെ പോവില്ല. ഇതിനപ്പുറത്തായിട്ട് വേറൊരു വാട്ടർഫാൾ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് നിന്ന് ധാരാളം പേര് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിഭാഗം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇതിനടുത്ത് തന്നെ ടെൻറ്റ് സ്റ്റുഡിയോ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് അറേബ്യക് കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. ഇപ്പോൾ തന്നെ സമയം 12 മണി ആവാറായി നൈറ്റ്. ഇനിയപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു ദുബായ് മാളിലെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.